അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പോൾ ഇന്ന് വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ 10, 18, 19, 20 ദിവസത്തിന് ശേഷം നമ്മളെ ചക്കരയും അളിയനും തിരിച്ച് അളിയൻ്റെ നാട്ടിലോട്ട്, അതായത് കൊല്ലത്തിലോട്ട് പോയിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിജാസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു മനുഷ്യന് ഒരുപാട് പൈസയോ അല്ലാതെ സൗന്ദര്യമോ ഒന്നുമല്ല, ഒരു മനസ്സ്, അതേമാതിരി കൂടെ നിൽക്കാൻ, എന്തിനും കൂടെ നിൽക്കാനുള്ള ഒരാളാണ് ഏറ്റവും കൂടുതൽ. ഇനിയിപ്പോൾ ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ ഏറ്റവും ഒരു പെണ്ണിൻ്റെ വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓളെ നേരെ നോക്കണുണ്ടോ, അവൻ്റെ സ്വഭാവം എന്താണ്, അല്ലാതെ അവൻ്റെ കളറ് കുറേ നോക്കി, അവൻ്റെ സൗന്ദര്യം നോക്കി, അവൻ്റെ പൊക്കം നോക്കി, അവൻ്റെ ഉയരം നോക്കി കല്യാണം കഴിച്ചു കൊടുന്നാൽ 1 വർഷം കഴിഞ്ഞാൽ പറയും ഉമ്മ എനിക്ക് അവിടെ സുഖവും തൊഴിലുമില്ല എന്ന് പറയും. അങ്ങനെയല്ല, നമ്മൾ കെട്ടിച്ചു വിടുന്ന ആൾക്ക് നല്ല ജോലിയോ, ഓനെ ഇനിയിപ്പോൾ ഉള്ള കൂലിപ്പണിയാണെങ്കിലും ആ കൂലിപ്പണി എടുത്തിട്ട് അവൻ്റെ കുടുംബം അവന് നോക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിലൊരാളത്താണെങ്കിൽ അതാണ് ഈ ദുനിയാവിൽ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ സന്തോഷം. അല്ലാതെ വരുമാനം, ലക്ഷങ്ങൾ വരുമാനം, വീട്ടിലൊരു സമാധാനം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. നിങ്ങളെ ലൈഫ് വേസ്റ്റാണ്. അപ്പോൾ എല്ലാ മാതാപിതാക്കളും ചിന്തിക്കണം അവനവൻ്റെ മക്കളെ നല്ല രീതിക്ക് കെട്ടിച്ചു വിടണം, നല്ല കുടുംബത്തിലേക്ക് കെട്ടിച്ചു, ഒക്കെ സന്തോഷമുള്ള ഒക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതിങ്ങനെ കഴിഞ്ഞു കിട്ടുന്നതും വലിയൊരു കിട്ടലാണ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ പെങ്ങളെടുത്ത ബന്ധം മോശമായിട്ടില്ല അല്ലേ? ഒരുപാട് ഞാൻ എതിർത്തിട്ടൊക്കെ ഉണ്ട്. അത് അങ്ങനെ തന്നെ അല്ല ഉണ്ടാവും. ഞാനും ഈ പറഞ്ഞ കൂട്ടത്തിലായിരുന്നു. എനിക്ക് ആ തെറ്റ് ഞാൻ ഇപ്പോൾ തിരുത്തിക്കുന്നു ഗൈസ് അല്ലേ? എന്തായാലും ഞാൻ ഇല്ലാത്ത ഒരു അഭാവങ്ങൾ ഒന്നുപോലും അവിടെ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം പണിക്കാരുടെ അടുത്ത് പോകണം, ഞാൻ പറയാതെ തന്നെ ഞാൻ അവന് ബുദ്ധിമുട്ടാവുമോ നനയ്ക്കാൻ. ഞാൻ വൈകുന്നേരത്ത് വീഡിയോ കാണുമ്പോൾ ഓൻ തന്നെ നനയ്ക്കണു, ഓൻ തന്നെ എടുക്കണു. കാരണം ഞാൻ ചെയ്യേണ്ട വർക്കുകളാണ്. പക്ഷെ നമ്മൾ മരുവനവിടെ വന്നിട്ട് അത് പോയി നനയ്ക്കുക, അത് ആക്കുന്ന പറയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഇതുണ്ടാവുമല്ലോ. പക്ഷെ ഓൻ അതെല്ലാം കണ്ടറിഞ്ഞ് അവിടെ നനയ്ക്കണു, പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കണു, ചായ കൊടുക്കണു, ആൾ സൈറ്റിൽ പോയി നിൽക്കണു, ഉപ്പാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണു. എല്ലാം എന്തിന്? കല്യാണം കഴിഞ്ഞിട്ട് വെറും 8 ദിവസം മാത്രമേ നിജാസിൻ്റെ വീട്ടിൽ നിന്നിട്ടുള്ളൂ. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ദിവസം വേറെ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം കറക്റ്റ് ആവില്ല, റെഡി ആവില്ല, ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര മിസ്സിങ് ആവും. പക്ഷെ ഇത്രയും കല്യാണം കഴിഞ്ഞിട്ട് 20-25 ദിവസവും നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ വീട്ടിലൊരു അംഗം തന്നെയാണ്. പക്ഷെ ഒരു അനിയൻ്റെ മാതിരി പെട്ടെന്ന് മാറണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഏതൊരാൾക്കും. ഇപ്പം ഞാൻ തന്നെ സിനുവിൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് എല്ലാവരോടും ഒന്ന് വർത്താനം പറഞ്ഞ് തുടങ്ങുന്നത് ചിലപ്പോൾ ഇപ്പോഴാണ് എല്ലാവരും. ഇപ്പോൾ ഒക്കെ ഇപ്പോൾ അവിടെ ഇരിക്കണു, ഇവിടെ ഇരിക്കണു, തുണി കയറ്റിരിക്കണു, മടക്കി കുത്തണു, തുണിയില്ലാതെ നടക്കണു, ഒക്കെ ഉണ്ട് ഇപ്പോൾ പ്രശ്നമല്ല. പക്ഷെ ഓനെന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഇന്നേക്കാളും ഒരു പഠിക്ക് മുകളിലാണെന്ന് ഞാൻ പറയുള്ളൂ ആ ഒരു കാര്യത്തിൽ. ചില എൻ്റെ കാര്യം പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്വഭാവത്തിന്റെ കാര്യത്തിൽ, അതായത് എല്ലാവരുടെ പേര് ഞാൻ അങ്ങനെ ഓരോരുത്തർക്കും എല്ലാവരും പലതരം മക്കളല്ലേ. ഓക്കെ, എൻ്റെ ഇപ്പോൾ കുറച്ച് ചൂടനാണ്, അപ്പം ഞാനും കുറച്ച് ചൂടനാണ്. ഓക്കെ, ഓൻ്റെ ഇപ്പോൾ കുറച്ച് മെനിങ്ങനുള്ളതാണ്, ഓനും മെനിങ്ങനുള്ളതാണ്, ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ അവൻ അത്ര കണ്ണിച്ചോരില്ലാത്ത ആളൊന്നും അല്ല കേട്ടോ ഞാൻ. എന്തായാലും ഒരു ബാപ്പയായി ഒരുപാട് സന്തോഷം. ഇനി എങ്ങനെയാണ് കുട്ടിയുടെ കളികൾ ചിരികൾ എന്നൊക്കെ ആഗ്രഹിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരുപാട് പറയാനുണ്ട്. എന്തായാലും ഒരു സങ്കടമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത്രയും ദിവസം ഓനിവിടെ നിന്നിട്ട്, നിജാസും ചക്കര ഇവിടെ നിന്നിട്ട് എനിക്കൊന്നും അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. പക്ഷെ വേറെ എനിക്ക് ഇവിടുന്ന് വരാനുള്ളൊരു നിവൃത്തിയില്ല. കാരണം ഇവിടെ ഒരു ആണുങ്ങളായിട്ട് ആരുമില്ല. 3-4 പെണ്ണുങ്ങളെ ഞാനിവിടെ നിർത്തി പോകുമ്പോൾ അത് മോശമല്ല ഞാൻ ചെയ്യണത് ഇവളോട് കാണിക്കണതല്ല. അപ്പം ഞാൻ എന്താക്കി, നിജാസിനോട് പറഞ്ഞടാ അന്നെ അവിടെ കറക്റ്റായിട്ട് എത്തിക്കാൻ എൻ്റെ 2 ചങ്ങായിമാർ വരും. ഓര് പിന്നെ ഏത് പാതിരാത്രിക്കാണെങ്കിലും നമ്മളെ തുണക്കാർ. അതാണ് എനിക്ക് കിട്ടിയത്. ഞാൻ പറയട്ടെ, എനിക്ക് എന്ത് കിട്ടിയാലും എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ആരാണെങ്കിലും അൽഹംദുലില്ലാ ഒരുപാട് ഹാപ്പിയാണ് അല്ലേ? ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും കൂടെ ഉണ്ട് എന്നുള്ളത് അതന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതിൽ ഞാൻ ഒക്കിലിപ്പോൾ ഞാൻ അൽഹംദുലില്ലാ എനിക്ക് പണ്ട് കിട്ടാത്ത പല സൗഭാഗ്യങ്ങളും ഇപ്പോൾ കിട്ടി വരുന്നു. അതന്നെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. അപ്പോൾ എന്നാലും ഞാൻ അവരോട് കുറച്ച് വിഷ്വൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിജാസും ചക്കരയും ട്രെയിന് കയറുന്നത്, ഉമ്മയുണ്ട് കൂടെ. ആ വിഷ്വൽ എന്തായാലും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ട് ഇത് വൈൻഡപ്പ് ആക്കുകയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഇൻഷാ അല്ലാഹ് ഇനി എന്തായാലും കുട്ടിയെ കാണാനായിട്ട് നിജാസിൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ ഇനി പെരുന്നാളല്ലേ വരാൻ പോകും. ജോലി എപ്പോഴാച്ചാൽ ഞാൻ ബുദ്ധിമുട്ടിക്കണില്ലേ വേവേം എന്ന് പറഞ്ഞിട്ട്. കാരണം അവർക്ക് അവിടെ വിരുന്നുകൾ കൂടിയിട്ടില്ല. നമ്മുടെ നാട്ടിലെ വിരുന്നുകൾ കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി അവരവിടെ വിരുന്ന് തുടങ്ങണേ ഉള്ളൂ. സിനുവിൻ്റെ പ്രസവം കാരണമാണ് ഇത്രയും ദിവസം നിന്നത്. കാരണം കുട്ടീനെ കണ്ടിട്ട് പോവാച്ചിട്ടായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും അവർ പോകുന്ന കുറച്ച് വിഷ്വൽ കാണിച്ചു തരാം. അപ്പോൾ അളിയൻ്റെ അഭാവത്തിൽ
എന്താണ് പറയാനുള്ളത്? ഇല്ല, അളിയൻ ശരിക്കും സിറ്റുവേഷൻ ഇതായതുകൊണ്ടാണ്, എല്ലാവർക്കും അറിയാലോ. അല്ലെന്നുണ്ടെങ്കിൽ അളിയൻ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ ഈ ഒരു സ്ഥാനത്ത് ഉണ്ടാവുന്ന ആളാണ്, അല്ലേ? അപ്പോ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇനിയിപ്പോ ഡിസ്ചാർജ് കാര്യങ്ങളുണ്ടാവും. പിന്നെ ഉമ്മയും കുഞ്ഞൊക്കെ അവിടെ ഉള്ളത് കാരണം കൊണ്ട് പറ്റില്ല. അമ്മായും കുട്ടിയും കൈക്കുഞ്ഞും പിന്നെ ഉമ്മയൊക്കെ ഭാര്യയൊക്കെ അവിടെ നിൽക്കല്ലേ. അപ്പൊ അതിട്ടിട്ട് വേറെ ആണുങ്ങൾ അവിടെ ആരുമില്ല. അപ്പൊ ആണായിട്ട് ആളുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കുള്ളൂ. ഡിസ്ചാർജ് ആണെങ്കിൽ മെയിനായിട്ട് ആണുങ്ങൾ വേണ്ടി വരും. അപ്പൊ അളിയൻ ചോദിച്ചു നമ്മളോട്, എനിക്ക് വിളിച്ചിരുന്നു. അപ്പൊ നമ്മളെ കൊണ്ടുപോകാൻ പിന്നെ എന്റെ ആവശ്യമില്ല. ഞാനും പറഞ്ഞു, കാരണം ഇന്നിപ്പോ ഡിസ്ചാർജ് അല്ലെങ്കിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ആളെ വേണ്ടി വരും, ആയില്ലെങ്കിലും വേണ്ടി വരും. കാരണം ആളില്ലെങ്കിൽ ഒന്നും കളി നടക്കില്ല അവിടെ. ചോറ് വാങ്ങാനും 2 മണിക്കൂർ അവിടെ നിന്ന് ഓടി വരണ്ടേ. പിന്നെ ഇവിടെ നിന്ന് കൊണ്ട് അതേപോലെ അങ്ങനെ പോകണം. അതിനുള്ളത് നിങ്ങളുണ്ടല്ലോ, അത് കാരണം കൊണ്ട് പിന്നെ അതിനോട് വരണ്ടറിഞ്ഞതാണ്. അപ്പൊ ഏതായാലും അതിന് വേറെന്താ ഉമ്മ വന്നിട്ടുണ്ട്. ഉമ്മ വന്നിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഉമ്മനെ കണ്ണ് കൊറേ നിറഞ്ഞാണ് മുന്നേ. കണ്ണീരില്ല. എന്നാലും ശീലമായിരുന്നു. മറ്റേ ഇല്ല, കരച്ചിൽ നിർത്തി. ഇത് കരയിപ്പിക്കുകയാണോ? അപ്പൊ കയ്യിൽ നിന്നിട്ട് എന്തൊക്കെയാ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതായാലും അളിയന്റെ ചാനലിലെ എല്ലാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടും ബൈ ബൈ. അപ്പൊ ഇൻഷാല്ലാ വെരി സൂൺ നമ്മൾ തിരിച്ചു വരും. കുട്ടീനെ കാണണം, പെരുന്നാളിന്റെ ഭാഗമായിട്ടുള്ള ചിലപ്പോൾ വരവ് ഇൻഷാല്ലാ ഉണ്ടാവും. അതേപോലെ തന്നെ കുട്ടീനെ കാണുന്നുണ്ട്, ഇപ്പോൾ വീട്ടുകാർക്കുമ്പോൾ ഉണ്ടാവും. ഒക്കെ നമ്മൾ എന്തായാലും വരും. ഇപ്പൊ അളിയനിക്ക് അതിൽ വോയിസ് ഓവർ കൊടുക്കും. ഇന്നിപ്പോ റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്താ പറയാ, രണ്ട് മക്കളെ കൊണ്ടുവരാൻ വരണം. ആദ്യം ഒരാളെ കൊണ്ടുവന്നാൽ മതി. ഇപ്പൊ സോപ്പിനും കാത്തുക്കാൻ വരണം, കൊണ്ടാക്കാൻ പോകണം. അതേപോലെ ചക്കരന് ഇതേപോലെ എന്ത് ചെയ്യണം അല്ലെ? റെയിൽവേ സ്റ്റേഷൻ വിട്ടുള്ള പരിപാടി ഇല്ല. റെയിൽവേ സ്റ്റേഷൻ വാങ്ങിയാലോ 2-3 കൊല്ലം കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിനായിട്ട് വരുമ്പോണോ? ചെറുതല്ല, ഓളായിട്ട് ഇനിയിപ്പോ ആയാലോ അല്ലെ, കുട്ടിയായാലോ ചക്കര അല്ലേ? രണ്ട് പെൺകുട്ടികൾ അങ്ങോട്ട് പോയി, ഒന്ന് ഇവിടെ കുഞ്ഞുവായിന്നല്ലേ. അതാണ് അങ്ങനെയാണ് സംഭവം. എന്നിട്ട് എന്താ പറയുള്ളു? മകള് പോണതിനെ കുറിച്ചിട്ട് എന്താ പറയുള്ളൂ? പോയി കിട്ടാൻ വേണ്ടി ഫോൺ കാണാല്ലോ. ഞാനതല്ല തോന്നടാ, വരുമ്പോ ഇത്ര ബാഗ് ഉണ്ടാവില്ല അല്ലേ? മറ്റേ താമസിക്ക അമ്മിക്കുട്ടിയായിട്ടൊക്കെ വന്നിങ്ങനെ അറിയില്ല. നല്ല കാണാനുള്ള ബാഗുകളൊക്കെ വലിയ ചെറിയ പിന്നെ ഞങ്ങളുടെ ചെരുപ്പുകളുണ്ട്, അതൊക്കെ വരുമ്പോ കൊടുന്നു. ചെരുപ്പ് കല്ലോണ്ട് ചെരുപ്പുകളും പിന്നെ എന്താ മോഹൻലാലൊക്കെ എങ്ങനെ അറിയാം. പിന്നെ അതില് ഫ്രെയിമുകളാ. അങ്ങനെ അവരുടെ ഭാഗ്യം എത്തിയിട്ടുണ്ട്. ഞാൻ എന്റെ കാര്യത്തിൽ ഇപ്പൊ പോണില്ലേ പോണ്ട. അങ്ങനെ അവര് കേറി. അല്ല ടാറ്റ ഇട്ടില്ല. അല്ലേ ടാറ്റ ഇട്ടിട്ടില്ല. ഡയറി മിൽക്ക് ചക്കരക്കനെ കൊടുക്കണം കേട്ടോ. ഓയോ ഞങ്ങനെ ഓടിയാലോ മറ്റേത് പോണ പോലെ. നോട്ടോളി ചക്കര അറിയണ്ടോ? എന്നാ ശരി. പെങ്ങളെല്ലാം കരയണില്ലാന്ന് പറഞ്ഞ് എന്നാ പോവാ. ഒരാഴ്ച കഴിഞ്ഞാൽ വരില്ലോള്.